നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുകയെന്നറിയാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അല്ല അറിയാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റിയിട്ടാണ്. നമ്മൾ വീടുകളിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ അടുക്കളത്തോട്ടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അടുക്കളത്തോട്ടങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് പച്ചക്കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായി എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലേക്കൊക്കെ വന്നു. എന്നാൽ ഇന്ന് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരു വിളയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളിന്ന് മുന്തിരി കൃഷിയെ പറ്റിയിട്ടാണ്. മുന്തിരി കുറച്ച് കാലമായിട്ട് ഒരു 2 വർഷത്തോളമായിട്ട് മുന്തിരി അടുക്കളത്തോട്ടത്തിൽ ചെയ്തിട്ട് വളരെ വിജയകരമായിട്ട് അത് നന്നായിട്ട് കായ്ച്ച് അത്യാവശ്യം വിളവെടുപ്പൊക്കെ നടത്തിയിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് വളരെ ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ പട്ടാമ്പിക്കടുത്ത് നടുവട്ടത്ത് രമേഷ് കുമാറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. രമേശേട്ടൻ്റെ പ്രത്യേകത, പുള്ളി പട്ടാളത്തിലാണ്. അപ്പോൾ പുള്ളി നാട്ടിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് വളരെ അടുത്ത് പേഴ്സണലി അറിയുന്ന ഒരാളാണ് പുള്ളി. അപ്പോൾ പ്രത്യേകത പുള്ളി ഞാൻ കണ്ട കുട്ടിക്കാലം മുതൽ കാണുമ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളി വന്നു കഴിഞ്ഞാൽ ഉടനെ വല്ല എന്തെങ്കിലുമൊക്കെ പണികളുമായിട്ട് പുള്ളി നിൽക്കും. അതായത് ഒരു സമയത്തും പുള്ളി വെറുതെ ഇരിക്കില്ല. അതായത് പച്ചക്കറി അല്ലെങ്കിൽ വീട്ടിൽ പശു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയ ഒരു സാധനമാണ് നമ്മുടെ ഈ മുന്തിരി. ഈ മുന്തിരി വളരെ വിജയകരമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അതാണ് കാണിക്കാൻ പോകുന്നത്. രമേശേട്ടൻ നാട്ടിലില്ല. അപ്പോൾ രമേശേട്ടൻ്റെ ഭാര്യ സിൽജു ചേച്ചി നമുക്കിത് എന്താണെന്ന് പറഞ്ഞു തരും വളരെ വിശദമായിട്ട്. അവരാണ് ഇതിനെ പരിചരിച്ചിട്ട് ഇത്രയും കാലം പരിചരിച്ച് ഇതിനെ ഈ ഒരു നിലയിലേക്ക് ആക്കിയത്. അപ്പോൾ നമുക്ക് അതിന് എങ്ങനെയാണ് ഈ മുന്തിരിയെ കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ കൂടുതൽ കായ്ഫലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ എന്താണ്, ഇതിനെങ്ങനെയാണ് നമ്മൾ വളം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ പരിചരിക്കേണ്ട രീതികൾ നമുക്ക് വളരെ വിശദമായിട്ട് ഇപ്രാവശ്യത്തെ ഓർഗാനിക് കേരളത്തിലെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും തരിക, എല്ലാ കാര്യങ്ങളും തരിക, നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മളുടെ വീഡിയോകളൊക്കെ എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും അറിയപ്പെടുന്ന ആളുകളായിട്ട് മാറട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ചീര, വഴുതന, പച്ചമുളക്, പിന്നെ പയറ്, പിന്നെ പച്ചക്കറികൾ, മറ്റേ വെള്ളരി എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ കഴിഞ്ഞ കാരണം അതെല്ലാം ഇല്ല എന്ന് മാത്രം. ബാക്കി കുറച്ച് സാധനങ്ങൾ ചീര, പിന്നെ പൂച്ചെടികളുണ്ട്, റോസ്, മുല്ല എല്ലാം ഉണ്ട്. ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ മുന്തിരി ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എവിടുന്നാണ് ഇതിന്റെ തയ്യും മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചത്? ഞങ്ങള് സാധാരണ ചെടികൾ മേടിക്കാൻ വളാഞ്ചേരി പോവാറുണ്ട്, അടുത്തുള്ള നഴ്സറിയിൽ. അങ്ങനെ മുന്തിരിയുടെ തൈ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ നല്ല പരിചയമുള്ള ആളാണ്, നഴ്സറിയിലെ ആള്. അദ്ദേഹം പറഞ്ഞു നല്ല തൈയാണ് സാറേ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല വെയിൽ, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നട്ടാൽ മതി. പിന്നെ പിടിച്ചു കിട്ടാൻ അല്പം പ്രയാസമുണ്ട്, പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നും പറഞ്ഞു. അത് വിജയിച്ചു എന്നുള്ളതാണ് സത്യം അല്ലേ? അതെ. ഏകദേശം 2 വർഷമായോ ഇപ്പൊ? 2.5 വർഷത്തോളം കഷ്ടിയായി. 2.5 വർഷത്തോളമായി. ശരിക്കും ഈ മുന്തിരി എത്ര കാലം കഴിയുമ്പോഴാണ് നമുക്ക് കായ്ഫലം തരുന്നത്? 2 വർഷം കഴിഞ്ഞാല്. അത്രയും സമയം ഇതിനെ നിർത്തണം അല്ലേ? അതെ. അത്രയും സമയം ഇതിന്റെ ഒരു പരിചരണം എന്ന് പറഞ്ഞിട്ടുള്ള ഭീകരമായ ഇത് തന്നെയല്ലേ? അത് ഡെയിലി പരിചരിക്കേണ്ട ഒരു വിളയാണോ ഇത്? അതെ, നമ്മൾ ഡെയിലി അതിനെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ശ്രദ്ധിക്കണം അല്ലെ? 2.5 വർഷം വരെ തന്നെയാണോ? അത് അതിന്റെ മുന്നേ ഇത് കായ്ക്കാൻ ഒരു ഇതിൽ എന്താണ് അതിന്റെ ഒരു കാലയളവ്? അങ്ങനെ ഒരു അതെന്തോ അറിയില്ല, ക്ലൈമറ്റിന്റെ, നമ്മുടെ ക്ലൈമറ്റിൽ അത് സെറ്റ് ആവാഞ്ഞിട്ടോ എന്തോന്ന് അറിയില്ല. നമ്മൾക്ക് അതിന്റെ പരിചരണത്തെ കുറിച്ച് ഫസ്റ്റിൽ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായില്ലേ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അതായത് മുന്തിരിയുടെ ക്ലൈമറ്റ് ശരിക്കും ഏതാണ്? ഇതിന്റെ കാലം ഏത് കാലത്താണ് ഇത് നടേണ്ടത്? എങ്ങനെയാണ് അതിന്റെ ഒരു ഇത്? ഏത് സീസണിലും നമുക്ക് ഇത് തൈ നടാം. ഏത് സീസണിലും നമുക്ക് വേണമെങ്കിൽ തൈ നടാം. തൈ നടുമ്പോൾ സൂര്യപ്രകാശം ധാരാളം കിട്ടുന്ന സ്ഥലത്ത് വേണം തൈ നടാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമ്മൾ തൈ നടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളവും എല്ലുപൊടിയുടെ പാക്കറ്റ്, നമുക്ക് ചാണകപ്പൊടിയാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലുപൊടിയുടെ പൊടി നമുക്ക് പാക്കറ്റ് കിട്ടും നഴ്സറിയിൽ നിന്ന് തന്നെ. അതും പിന്നെ കല്ലില്ലാത്ത ചെറിയ പൊടിമണ്ണും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും പിന്നെ ഡെപ്തും കറക്റ്റ് വന്നിട്ടുള്ള ഒരു കുഴിയിൽ നമ്മൾ ഈ തൈ നടുന്നു. എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിന് കാലയളവ് കുറേയുള്ള കാരണം ഒരു 10-15 വർഷത്തോളം ഇത് നന്നായി നിൽക്കുന്ന കാരണം നമ്മൾ നന്നായിട്ട് നട്ട് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും.
അപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരടി താഴ്ചയിൽ ഒരടി വീതിയിലുള്ള കുഴിയാണ്. എന്നിട്ട് അതിൽ എല്ലുപൊടി വളപ്പൊടി ഇട്ടു അല്ലേ? ഇതല്ലാതെ നടുമ്പോ അത്ര ചെയ്തിട്ടുള്ളൂ. ഇത് ഡെയിലി നനയ്ക്കേണ്ട ഒരു ഇതാണോ? നമ്മളെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി നമുക്കത് നനയ്ക്കുക തന്നെ മെയിൻ വേണ്ടത്. പിടിച്ചു കിട്ടാൻ അല്പം പ്രയാസമാണ്. ആണല്ലേ? എന്നിട്ട് നനച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തോന്നും ഇത് കുറേ ശിഖരങ്ങൾ ധാരാളം വരും. അപ്പം അതിൻ്റെ മെയിൻ തണ്ടിന് ശക്തി കുറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ തണ്ടുകളെല്ലാം പൊട്ടിച്ച് കളയണം. പൊട്ടിച്ച് കളഞ്ഞാലാണ് അതിന് മെയിൻ തണ്ടിന് നമുക്ക് ശക്തി കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. എന്നിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നല്ല ഒരു പന്തല്. നല്ല ഒരു പന്തൽ. ഇപ്പം ഞങ്ങളൊരു നെറ്റിൻ്റെ പന്തലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഒരു നല്ല ഇരുമ്പിൻ്റെ നല്ലൊരു പന്തലുണ്ടെങ്കിൽ അതിന് ഇഷ്ടാനുസരണം അവർക്ക് പടരാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമുക്ക് ഏത് ഇപ്പോൾ ഇതിങ്ങനെ 2-2.5 വർഷം നിൽക്കുന്നെങ്കിലും എല്ലാ വർഷവും നമുക്ക് കായ തരുന്ന ഒരു സീസൺ ഉണ്ടല്ലോ. അത് ഏത് മാസത്തിലാണ് സാധാരണ ഇതിങ്ങനെ കായ തരാറ്? ഇത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ചൂട് സീസണിലാണ് നമുക്കിതിന് കായ്ഫലം കിട്ടുന്നത്. അല്ലേ? അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇപ്പൊ പൊട്ടിച്ചൊക്കെ തുടങ്ങിയോ? എന്താണ്? ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പൊട്ടിക്കാറുണ്ട് കുട്ടികള്. ഉണ്ടല്ലേ? ആയി മൂത്ത് വരുന്നേ ഉള്ളൂ അല്ലേ? പാകമായിട്ടില്ലേ? കറക്റ്റ്. ഉള്ളില് കുരുള്ള ടൈപ്പാണ്. ഓരോ കുരുവീതം എല്ലാത്തിനും ഉണ്ടല്ലേ? കാര്യമായിട്ട് എന്ത് പരിചരണമാണ് നമ്മളെ ഈ മുന്തിരിക്ക് നമ്മൾ ചെയ്യേണ്ടത്? അതായത് അടിവളം നമ്മൾ കൊടുത്തു, ഇപ്പൊ എല്ലുപൊടിയും മറ്റേ ചാണകപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ കൊടുത്തല്ലോ. എന്താണ് അതല്ലാതെ നമ്മൾ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് പരിചരണങ്ങൾ ഇതിന് വരുന്നുണ്ട്, നമ്മൾ ഡെയിലി ശ്രദ്ധിക്കണം എന്നൊക്കെ. എന്താണ് ശരിക്കും മുന്തിരിക്ക് വരുന്ന ഒരു പരിചരണം? എന്താണ് മെയിൻ ഘടകമാണ്? എത്ര നേരം നനയ്ക്കും? നമ്മൾ രാവിലെയും വൈകുന്നേരം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ടൈമും കൂടി നനച്ചാൽ അത്രയും നന്നായി. 3 നേരം നനയ്ക്കാം. ആവശ്യമുള്ളതാണ്. ശരിക്കും 2 നേരമല്ല 3 നേരം വേണമെങ്കിൽ നമുക്ക് നനയ്ക്കാം. അതായത് നമ്മുടെ ക്ലൈമറ്റ് ചൂടുള്ളതല്ലേ. ആക്ച്വലി ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ധാരാളം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ധാരാളം നനയ്ക്കുന്നു. ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് വെയിലും കൂടി ഇതിന് ആവശ്യമാണ് അല്ലേ? ധാരാളം വെയിൽ. അവിടെയും അതെ, വെയിലുള്ള സ്ഥലങ്ങളിലാണ് ഇത് നടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും അല്ലേ? ഇത് ചേച്ചി രമേട്ടന്റെ കൂടെ ഇങ്ങനെ പോയി നിന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങള് നാസിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ അടുത്തായിരുന്നു ഞങ്ങള് താമസിച്ചിരുന്നത്. ഇതിന്റെ പരിചരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ടോ അന്ന് കണ്ടിട്ട്? അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഡെയിലി അവര് നമ്മള് ഒരു 11 മണി വരെ അവര് കർഷകർ വന്നിട്ട് അതില് ജോലി ചെയ്യുന്നു, നനയ്ക്കുന്നു. പിന്നെ അതിന് കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് പ്രധാനമായിട്ട് എന്തൊക്കെ കീടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇല തിന്നുന്ന എന്തെങ്കിലും പുഴുക്കൾ വരാറേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഇല നുള്ളിക്കളയും. പിന്നെ അതിന് വേണ്ടി എന്തെങ്കിലും മിശ്രിതങ്ങളൊക്കെ സ്പ്രേ ചെയ്യുകയോ? ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. വെയിലുള്ള സമയത്ത് കീടങ്ങളുടെ ആക്രമണം കുറയും. അതാണ് ചേച്ചി. ഇനി നമ്മളെ മുന്തിരി കൃഷിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദിക്കാൻ പോണത്. അതായത് എങ്ങനെയാണ് ഇതിന് കൂടുതൽ കായ്കൾ വരാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ തൈനെ മാറ്റേണ്ടത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്? നവംബർ മാസത്തിൽ നമ്മൾ ഇതിന്റെ ശാഖകളെല്ലാം വെട്ടുന്നുണ്ട്. നവംബർ മാസത്തിൽ എല്ലാ ശാഖകളും വെട്ടിക്കളയുക. അതായത് ഇതിന്റെ വരുന്നതിന്റെ തലപ്പെല്ലാം എല്ലാം വെട്ടിക്കളയും വേണം. പിന്നെ ഇതിന്റെ അടിയിൽ വളവും ഇടുക. മുകളിൽ ഇത് വെട്ടണം, താഴെ. അപ്പൊ ഈ വളം എന്താ കൊടുക്കുന്നത്? വളപ്പൊടി തന്നെ, ചാണകപ്പൊടി മാത്രം. അത് ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ഒരു വർഷത്തിൽ എത്ര തവണ ഇത് നിങ്ങൾ വളം ചെയ്യുന്നുണ്ട്? 3-4 തവണയായിട്ട് നമ്മൾ വളം ചേർക്കുന്നുണ്ട്. പിന്നെ ഈ തലപ്പ് വെട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തിന് പിന്നെ കട നനയ്ക്കാൻ പാടില്ല. അങ്ങനെ അപ്പോഴാണ് ഇതിന് ഒരു ക്ഷീണം ബാധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇതിനൊക്കെ അടുത്ത ഇത് പൊട്ടും അല്ലേ? അതായത് അടുത്ത എന്താ പറയാ, ഇണച്ചം പൊട്ടിയിട്ട് അതിലെല്ലാം പൂവ് വിരിയും. മെയിൻ ഇപ്പം നമ്മൾക്ക് നോക്കി നോക്കൂ, ഈ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ എല്ലാ ബ്രാഞ്ചസും നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കുക. കാണുന്നില്ല, കണ്ടോ? ഇങ്ങനെ അത് ഇന്ന ഭാഗത്ത് വെച്ചിട്ട് എന്നുള്ളത് അതൊന്നുമില്ല. നമ്മൾ അതിന്റെ തണ്ടിന് ശക്തി കൂട്ടുക. അപ്പൊ പുതിയ ബ്രാഞ്ച് അതിൽ നിന്ന് ഉണ്ടാവും.
ഇത് നമ്മുടെ എല്ലാ ബ്രാഞ്ചസും ഇതേപോലെ ഇങ്ങനെ പുതുതായിട്ട് വരുന്ന നീണ്ടു വരുമ്പോൾ ഒരു പരിധി വെച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ കായ്ഫലം ഉണ്ടാവും. ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇതുപോലെ നമ്മളിങ്ങനെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് വെട്ടിയത് ആ വെട്ടിയതിന്റെ മേലെയായിട്ട് നമുക്ക് പൂവുണ്ടാവും. പിന്നെ 5 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കണം, അത് മറക്കരുത്. 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ നനയ്ക്കണം, നന്നായി നനയ്ക്കുക. പിന്നെ മേലേക്ക് ഇലകളിൽ നമുക്ക് സ്പ്രിംഗ്ലർ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഇലയുടെ മേലേക്കൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ആ തണുപ്പിന് ഈക്വലായിട്ടുള്ള ഇത് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്തിട്ട് എത്ര ഉണ്ടാവും? ഒരു 15 ദിവസത്തോളം കഷ്ടിയായി കാണും. 15 ദിവസത്തോളായി കട്ട് ചെയ്തു നമ്മൾ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് അവിടെ ഒരു തണ്ട് വന്നു, അവിടെ നേരത്തെ പൂക്കൊല വിരിയുന്നുണ്ട്. ഇത് പൂക്കൊല അല്ലേ? വിരിയുന്നുണ്ട്. ഇത് എത്ര മാസം കൊണ്ട്? 6 മാസം കൊണ്ടാണ്. നമ്മുടെ മുന്തിരിയുടെ കാലാവധി എത്രയാണ്? അതായത് മൂത്ത് നമുക്ക് പൊട്ടിക്കാവുന്ന കാലാവധി എത്രയാണ്? ഡിസംബറിൽ നമുക്ക് കറക്റ്റ് അത് പൂവ് വരികയാണെങ്കിൽ നമുക്കത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് നന്നായിട്ട് ഫലം പഴുത്ത് പാകമായിട്ട് കിട്ടും. ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. സെക്കൻഡ് സ്റ്റേജ് ചെറുതായിട്ട് അരിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് സ്റ്റേജ്. ഇത് എത്ര ദിവസമായിട്ട്? 30 ദിവസമായിട്ടുണ്ടാവോ? ഇല്ല, ഒരു അതിൽ നിന്ന് ഇത് ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ഒരു 20 ദിവസത്തോളം കഷ്ടി എടുത്തിട്ടേ ഉള്ളൂ. 20 ദിവസം വന്നിട്ടുള്ളൂ. അതിന്റെ അടുത്ത സ്റ്റേജ് ആണോ ഈ നിൽക്കുന്നത്? തേർഡ് സ്റ്റേജ്, 3ാമത്തെ സ്റ്റേജ് ആണ്. അതില് കുറച്ച് എണ്ണം കുറവാണ്, എന്നാലും 3ാമത്തെ സ്റ്റേജ് അതാണ്. ആണല്ലേ? ഈ നിൽക്കുന്നത് അല്ലേ? 3ാമത്തെ സ്റ്റേജ്. ഓക്കെ. ഇതിന് എത്ര ദിവസമായിട്ടുണ്ടാവും ഇപ്പൊ ഇങ്ങനെ ഒരു ഇതാവാ? ഒരാഴ്ചയുടെ ഉള്ളിൽ അങ്ങനെ പെട്ടെന്ന്. പിന്നെ നമ്മൾ ഫസ്റ്റിൽ മാത്രമേ സമയം എടുക്കുള്ളൂ. പിന്നീട് നമ്മൾ അറിയാതെ ഓരോ ദിവസവും നമുക്കതിൻ്റെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിത് 4ാമത്തെ സ്റ്റേജ് വേണമെങ്കിൽ ഇത് പറയാം. അതല്ലേ? ഇത് അതിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. ഇത് ഓരോ സമയത്തും നമ്മൾ ഇതിന്റെ ഓരോ ശാഖകൾ കട്ട് ചെയ്ത് കളയുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ വലിപ്പം സംഭവങ്ങളൊക്കെ അല്ലേ? അതെ. അടുത്ത ഘട്ടമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാണ് നോക്കി കാണാനില്ലേ നന്നായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് താഴേക്ക് ചാടിയിട്ടില്ല, അത് വള്ളിയുടെ മേലെ ചുറ്റി പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇളക്കുകയാണെങ്കിലേ നല്ല അതിന് ശക്തി കിട്ടും. ഇത് ദിവസങ്ങൾ ഇളക്കി കൊടുക്കാറുണ്ടോ അങ്ങനെ? ഒരു 5-6 ദിവസം കൂടുമ്പോൾ അടിയിൽ എങ്ങനെ വെറുതെ ജസ്റ്റ് ഒരു കമ്പെടുത്ത് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ അതിനൊരു എനർജി ആവും. ചെടികളോ ആ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ചെയ്യാവുന്നതാണ്. എപ്പോഴും നല്ല ഈർപ്പം വേണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തണ്ടിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ട്, ഇവിടെ ഇപ്പൊ നമുക്ക് കായൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യാ, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കളയാം. ബൈ ചാൻസ് നമുക്ക് കായ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതും കുഴപ്പമില്ല. കട്ട് ചെയ്ത് കളഞ്ഞാൽ അപ്പോഴാണ് മെയിൻ ബ്രാഞ്ചിന് ശക്തി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു അടുക്കളത്തോട്ടത്തിൽ എങ്ങനെയാണ് ഒരു മുന്തിരി കൃഷി ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ് നമ്മൾ കാണിച്ചു തന്നത്. എനിക്ക് തോന്നുന്നു വളരെ വിശദമായിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്കത് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴേ മുന്തിരി ഇത്രത്തോളം നല്ല രീതിയിൽ നിൽക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. റയറായിട്ടൊക്കെ ഉണ്ടാവും, നമ്മൾ കാണാത്തതുണ്ടാവാം. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ഇത്ര നല്ല രീതിയിൽ പരിചരിച്ച ഇവർക്കതൊരു എക്സ്പീരിയൻസ് കൂടിയുണ്ട്. ഈ രമേട്ടൻ പട്ടാളത്തിലായതുകൊണ്ട് അവർ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ താമസിച്ചിരുന്ന കാലത്ത് മുൻകാലങ്ങളിൽ ഈ മുന്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലകളൊക്കെ കട്ട് ചെയ്യുന്നതും ഈ കായ്ഫലങ്ങളൊക്കെ ഇത്രത്തോളം നല്ല രീതിയിൽ ഉണ്ടാവാനൊക്കെ. ഇതിപ്പോൾ നമ്മളിവിടെ ഉള്ളത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല, അതായത് ഇവർ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചുണ്ട്. അത്രയും ഉണ്ടാവാറുണ്ട്, ഇതിൽ നിറയെ കായകൾ ഉണ്ടാവാറുണ്ട്, അവരത് പൊട്ടിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതൊരു അടുക്കളത്തോട്ടത്തെ കേന്ദ്രീകരിച്ച് കാണിച്ചുവെങ്കിലും ഇത് വ്യാവസായികമായി ചെയ്യാവുന്നവർക്കും ഇതിങ്ങനെ പരീക്ഷിക്കാവും. നമ്മൾ തന്നെ ഓർഗാനിക് കേരളത്തിൽ മുന്നേ ഒരു ഉള്ളിക്കൃഷിയെ പറ്റിയിട്ട് നമ്മൾ വ്യാവസായികമായി ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അത് നല്ല രീതിയിൽ വിജയിച്ചു പോകുന്നൊരു കഥ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ വീഡിയോയിലുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതും എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. അതായത് നല്ല രീതിയിൽ മുന്തിരി എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളത്.
അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മളോട് കമൻ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പറും നിങ്ങൾക്ക് എന്താ വേണ്ട കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും തരിക, നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മുടെ എല്ലാ വീഡിയോകളിലും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർഗാനിക് കേരളത്തിൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ വീണ്ടും കാണാം.